സോ നമുക്ക് നോക്കേണ്ടത് ഇൻട്രാക്ഷൻ ഓഫ് റേഡിയേഷൻ വിത്ത് റൊട്ടേറ്റിംഗ് മോളിക്യൂൾ. റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോളിക്യൂളുമായിട്ട് റേഡിയേഷൻ്റെ ഇൻട്രാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഡയറ്റോമിക് മോളിക്യൂൾ എടുക്കുമ്പോൾ നമുക്ക് അതിനെ ഒരു ഇലക്ട്രിക് ഡൈപോളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അവിടെ പോസിറ്റീവ് ചാർജിന് ഒരു സെൻറ്ററും ഉണ്ടാവും, നെഗറ്റീവ് ചാർജിന് ഒരു സെൻറ്ററും ഉണ്ടാവും. അപ്പോൾ അവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ പോളാർ മോളിക്യൂൾ എന്നും, അവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിൻ്റെ സെൻറ്ററും നെഗറ്റീവ് ചാർജിൻ്റെ സെൻറ്ററും കൂടെ കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾ എന്ന് വിളിക്കും. അപ്പോൾ തൽക്കാലം നമ്മൾ കാർബൺ മോണോക്സൈഡ് പോലുള്ള ഒരു പോളാർ മോളിക്യൂൾ എടുക്കുക. അപ്പോൾ അവിടുത്തെ പോസിറ്റീവ് ചാർജിന് ഒരു സെൻറ്റർ ഉണ്ടാവും, നെഗറ്റീവ് ചാർജിന് ഒരു സെൻറ്റർ ഉണ്ടാവും. അവർ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ അതൊരു ഇലക്ട്രിക് ഡൈപോൾ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസ്യൂം ചെയ്യാൻ പറ്റും. എടുക്കുന്നു. അപ്പോൾ ഇതവിടുത്തെ നെഗറ്റീവ് ചാർജിൻ്റെ സെൻറ്റർ ആണെന്ന് എഴുതുക, ഇതവിടുത്തെ പോസിറ്റീവ് ചാർജിൻ്റെ സെൻറ്റർ ആണെന്ന് എഴുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ചാർജിൻ്റെ സെൻറ്ററും നെഗറ്റീവ് ചാർജിൻ്റെ സെൻറ്ററും കൂടെ കോയിൻസൈഡ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ഒരു ഡൈപോൾ ഉണ്ടായിരിക്കും, ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടായിരിക്കും. ആ ഇലക്ട്രിക് ഡൈപോളിന് ഒരു മൊമെൻ്റ് ഉണ്ടായിരിക്കും. ആ മൊമെൻ്റ് നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും. സോ ഇതിൻ്റെ മൊമെൻ്റ് തന്നെയാണ്. ഇനി ഈ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യണമെന്ന് എഴുതുക. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. സോറി, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആക്സിസ് വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാമെന്ന് എഴുതുക. ഇങ്ങനെ കറങ്ങി. അപ്പോൾ എന്ത് ചെയ്യുന്നു, അടുത്തത് കറങ്ങി മുകളിൽ വരുന്നു. സോ ഇവിടെ ഡൈപോൾ മൂവ്മെന്റ് ഡൗൺ വേർഡ് ആവും. അടുത്ത വീണ്ടും കറങ്ങുന്നു. ഈ കേസിൽ എന്ത് ചെയ്യും, ഡൈപോൾ മൂവ്മെന്റ് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അപ്പോൾ ഇങ്ങോട്ടാവും. അടുത്ത വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നു. ഡൈപോൾ മൂവ്മെന്റ് മുകളിലേക്കാവും. അടുത്ത വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നു. ഡൈപോൾ മൂവ്മെന്റ്. സോ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യണം അല്ലേ. ആ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ മോളിക്യൂൾ കാർബൺ മോണോക്സൈഡ് പോലുള്ള ഒരു പോളാർ മോളിക്യൂളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വരച്ചത് ആ ഡയറ്റോമിക് മോളിക്യൂളിന്റെ മോളിക്യൂൾ അല്ല വരച്ചത്, അതിൻ്റെ പോസിറ്റീവ് ചാർജിൻ്റെ സെൻറ്ററും ആ നെഗറ്റീവ് ചാർജിൻ്റെ സെൻറ്ററുമാണ് വരച്ചത്. അപ്പോൾ ആ നെഗറ്റീവ് ചാർജിൻ്റെ സെൻറ്ററും പോസിറ്റീവ് ചാർജിൻ്റെ സെൻറ്ററും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇലക്ട്രിക് ഡൈപോളിനെ പോലെയാണ്. അപ്പോൾ ഡൈപോൾ മോഡ് ഉണ്ടാകും, നെഗറ്റീവ് ടു പോസിറ്റീവ്. അപ്പോൾ ഈ മോളിക്യൂൾ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നു, കറങ്ങി അല്ലേ. അപ്പം ഇത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുക. അപ്പം ഇങ്ങനെ ഇരിക്കുന്നതാണ്, ഇങ്ങനെ കറങ്ങി ഇങ്ങനെ 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 അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ കറങ്ങുമ്പോൾ ഇങ്ങനെയാവും, ഇങ്ങനെയാവും, ഇങ്ങനെ. അപ്പോൾ അതിനനുസരിച്ച് ഡൈപോൾ മോഡ് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ആദ്യമേ ഇങ്ങനെ, പിന്നെ താഴേക്ക്, പിന്നെ ലെഫ്റ്റിലേക്ക്, പിന്നെ അപ്വേർഡ്, പിന്നെ റൈറ്റിലേക്ക്, പിന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഒരു മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യുക, ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡൈപോള്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് സങ്കല്പിക്കാം. ഇപ്പോൾ ഈ ഫിഗർ അനുസരിച്ച് വരയ്ക്കുകയാണെങ്കിൽ ആദ്യമേ ഡൈപോൾ തന്നോട്ട്, ആദ്യമേ ഡൈപോൾ അവിടെ നിന്നോട്ട്, പിന്നെ താഴേക്കായി. അപ്പം ഇങ്ങനെ കറങ്ങി കറങ്ങി വന്നിട്ട് താഴേക്കായി, പിന്നെ ലെഫ്റ്റിലേക്കായി, പിന്നെന്തായി മുകളിൽ അല്ലേ. അപ്പം ഇതൊക്കെ ഇടയ്ക്കുള്ള പോർഷൻസ് ആയി. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഏതൊരു വെക്ടർ ക്വാണ്ടിറ്റി നമുക്ക് രണ്ട് കമ്പൗണ്ട് ആക്കി മാറ്റാം അല്ലേ. ആക്സിയൽ ഹൊറിസോണൽ കമ്പൗണ്ടിന് വെർട്ടിക്കൽ കമ്പൗണ്ട് ആക്കി മാറ്റാം. ഇവിടെ അപ്പം ഹൊറിസോണൽ കമ്പൗണ്ട് ആക്കി മാറ്റാം, വെർട്ടിക്കൽ കമ്പൗണ്ട് ആക്കി മാറ്റാം. അതൊക്കെ അതിൻ്റെ വെർട്ടിക്കൽ കമ്പൗണ്ട് എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഡൈപോൾ മൊമെന്റ് പൂർണ്ണമായിട്ടും ഹൊറിസോണൽ ഡയറക്ഷനാണ്. സോ അതിൻ്റെ വെർട്ടിക്കൽ കമ്പൗണ്ട് 0 ആണ്. ഇവിടെ എത്തുമ്പോഴോ ആ വെർട്ടിക്കൽ കമ്പൗണ്ട് എത്രയുണ്ട് അല്ലേ. ഇതാണ് ഹൊറിസോണൽ കമ്പൗണ്ട്, ഇതാണ് വെർട്ടിക്കൽ കമ്പൗണ്ട് ഇത്രയുണ്ട്. ഇവിടെ എത്തുമ്പോഴോ ഹൊറിസോണൽ കമ്പൗണ്ട് ഇല്ല, ഫുൾ വെർട്ടിക്കൽ കമ്പൗണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് വെർട്ടിക്കൽ കമ്പൗണ്ട് 0 ആയിരുന്നു, അത് ഇവിടെ എത്തിയപ്പോൾ നെഗറ്റീവ് മാക്സിമം ആണ്. പിന്നെ എന്ത് ചെയ്യുന്നു, ആ വെർട്ടിക്കൽ കമ്പൗണ്ട് കുറഞ്ഞു, ഇത്രയേ ഉള്ളൂ വെർട്ടിക്കൽ കമ്പൗണ്ട്. ഇവിടെ എത്തുമ്പോഴോ വെർട്ടിക്കൽ കമ്പൗണ്ട് 0 ആയി. ഇനി ഇവിടെ എത്തുമ്പോഴോ ഇത്രയുണ്ട് വെർട്ടിക്കൽ കമ്പൗണ്ട് കൂടി, പോസിറ്റീവ് ഡയറക്ഷൻ കൂടി. ഇവിടെ എത്തുമ്പോഴോ പോസിറ്റീവ് വെർട്ടിക്കൽ കമ്പൗണ്ട് പോസിറ്റീവ് മാക്സിമം, ഇവിടെ എത്തുമ്പോൾ ഇത്രയും.
അപ്പോൾ ഈ ഡൈപോൾ മൊമെന്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഡൈപോൾ മൊമെന്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആദ്യമേ ഡൈപോൾ മൊമെന്റ് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ രണ്ട് കമ്പോണന്റ് ഉണ്ടാവും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എടുക്കാൻ പറ്റും, വെർട്ടിക്കൽ കമ്പോണന്റ് എടുക്കാൻ പറ്റും. നമ്മൾ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് നോക്കുന്നെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ ഇരിക്കുമ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആണ്. ആ വെർട്ടിക്കൽ കമ്പോണന്റ് പിന്നെ കൂടി എന്ത് ചെയ്യുന്നു, മാക്സിമം ആണ്. ഈ ഡൈപോൾ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് അല്ലേ, ഡൈപോൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് വെർട്ടിക്കൽ കമ്പോണന്റ് കൂടി മാക്സിമം, പിന്നെ വെർട്ടിക്കൽ കമ്പോണന്റ് കുറഞ്ഞ് 0, പിന്നെ വെർട്ടിക്കൽ കമ്പോണന്റ് കൂടി പോസിറ്റീവ് മാക്സിമം, പിന്നെ കുറഞ്ഞ് 0. അപ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ത് ചെയ്യുന്നു, പീരിയോഡിക് ആയിട്ട് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഗ്രാഫ് പോലെ വരച്ചു കഴിഞ്ഞാൽ ആദ്യമേ വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആയിരിക്കും, ഇവിടെ വെച്ച് 0 ആയിരിക്കും. പിന്നെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് കൂടി നെഗറ്റീവ് മാക്സിമം ആവും, പിന്നെന്താവും കുറഞ്ഞ് 0 ആവും, പിന്നെന്താവും കൂടി പോസിറ്റീവ് മാക്സിമം ആവും, പിന്നെന്താവും കുറഞ്ഞ് 0 ആവും. പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ വരച്ചാൽ അപ്പോൾ ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡൈപോൾ മൊമെന്റ് മാറിക്കൊണ്ടേയിരിക്കും. ഡൈപോൾ മൊമെന്റ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ഓസിലേറ്റ് ചെയ്യും. 0 നെഗറ്റീവ് മാക്സിമം, 0 പോസിറ്റീവ് മാക്സിമം. അപ്പോൾ അതിന്റെ ഡൈപോൾ മൊമെന്റ് കമ്പോണന്റ് മാറുന്ന സമയത്ത് അതുമൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, പീരിയോഡിക് ആയിട്ട് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള ഒരു മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഫലമായിട്ട് അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, പീരിയോഡിക് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ ഫലമായിട്ട് അതിനെ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് റേഡിയേഷൻ വരുന്നത്. ഈ വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഈ വേരി ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഇന്ററാക്ട് ചെയ്യും. ഇന്ററാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, എനർജി സ്റ്റേറ്റ് കൂടുകയോ കുറയുകയോ, എനർജി സ്റ്റേറ്റിൽ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ഒരു റൊട്ടേഷൻ സ്റ്റേറ്റിൽ നിന്ന് അടുത്ത റൊട്ടേഷൻ സ്റ്റേറ്റിലേക്ക് മാറും. ഇതാണ് interaction of radiation with the rotating molecule. So when a atomic molecule or a molecule having permanent dipole moment rotates, its dipole moment changes. Since its dipole moment, the direction of dipole moment changes, its vertical or horizontal component changes. It results in the change in electric field, and this varying electric field interacts with the electric field of the incoming radiation. Due to the interaction, the energy level changes or the rotation level changes. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യണം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഡൈപോൾ മൊമെന്റ് മാറിക്കൊണ്ടിരിക്കണം. ഡൈപോൾ മൊമെന്റ് മാറിക്കൊണ്ടിരിക്കാൻ ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് വേണം. സോ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ റൊട്ടേഷണൽ സ്പെക്ട്ര കാണിക്കാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ അല്ലെങ്കിൽ നൈട്രജൻ അല്ലെങ്കിൽ ഓക്സിജൻ അങ്ങനത്തെ ഹോമോന്യൂക്ലിയർ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ സൾഫൈഡ്, ഇവരൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകം എന്താണ്, ഇവർക്കൊന്നും ഡൈപോൾ മൊമെന്റ് ഇല്ല. അപ്പോൾ H2 അല്ലെങ്കിൽ N2 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് ചാർജിന്റെ സെൻറ്ററും നെഗറ്റീവ് ചാർജിന്റെ സെൻറ്ററും എന്ത് ചെയ്യാണ്, കോയിൻസൈഡ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല, പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഇല്ല. ആ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വരുന്ന റേഡിയേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവരെന്ത് കാണിക്കാറില്ല, റൊട്ടേഷണൽ സ്പെക്ട്രം കാണിക്കാറില്ല. അപ്പോൾ അത് ക്വസ്റ്റ്യൻ വരും, why H2 അല്ലെങ്കിൽ N2 or O2 does not show any rotational spectrum. അതിനുള്ള ആൻസർ എന്താണ്, they does not have any permanent dipole moment. അപ്പോൾ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് കാണിക്കാൻ പറ്റൂ, റൊട്ടേഷണൽ സ്പെക്ട്രം കാണിക്കാൻ പറ്റൂ. Next, selection rules. അപ്പോൾ റിജിഡ് റോട്ടറിന്റെ എനർജിയുടെ ഡെറിവേഷൻ നിങ്ങൾ ചെയ്തതാണ്. അതിന്റെ ബാക്കിയുടെ വരുന്ന സെലക്ഷൻ റൂൾസ്. നമ്മൾ ജസ്റ്റ് സെലക്ഷൻ റൂൾസ് മാത്രം പഠിച്ചാൽ മതി, അതിന്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട. ഫസ്റ്റ് സെലക്ഷൻ റൂൾ, മസ്റ്റ് ഹാവ് ഡൈപോൾ മൊമെന്റ്. Second one, delta J is equal to plus or minus 1.
അപ്പോൾ റൊട്ടേഷൻ സ്പെക്ട്രം കാണിക്കുന്ന ഒരു മോളിക്യൂളിന് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ റൊട്ടേഷൻ സ്പെക്ട്രം കാണിക്കണമെങ്കിൽ അതിനെന്തുണ്ടായിരിക്കണം? പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കണം. ഇറ്റ് മസ്റ്റ് ഹാവ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. അതിനുള്ള റീസൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് ഡെൽറ്റ ജെ ± +or -1. നമ്മൾ പറഞ്ഞ റേഡിയേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ റൊട്ടേഷൻ ലെവൽ മാറും. ആ റൊട്ടേഷൻ ലെവൽ എങ്ങനെയാണ് മാറുന്നുള്ളൂ? ജസ്റ്റ് എബോ ജസ്റ്റ് ബിലോ. ഡെൽറ്റ ജെ ± +1 or -1. അപ്പം ജെ = 2 ഇരിക്കുന്ന എന്ന സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു മോളിക്യൂൾ ആണെങ്കിൽ അതിന് ജെ = 3 പോകാം, അല്ലെങ്കിൽ ജെ = 1 പോകാം. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനേക്കാൾ കൂടുതൽ പോകാൻ പറ്റില്ല. ഇനി പ്ലസ് എന്തിനെ കാണിക്കുന്നു? പ്ലസ് അബ്സോർപ്ഷൻ നടക്കുമ്പോഴാണ്, എനർജി അബ്സോർബ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? പ്ലസ് ഉണ്ടാവുക, ഹയർ ലെവലിലേക്ക് പോവുക. മൈനസ് എന്തായിരിക്കും? എമിഷൻ. എമിഷൻ നടക്കുമ്പോൾ എനർജി ലെവൽ കുറയും. അപ്പോൾ ഈ സെലക്ഷൻ റൂൾ ആലോചിച്ച് വെച്ചേക്കുക. അടുത്ത ഐസോടോപ്പ് എഫക്റ്റ്. അപ്പോൾ നമ്മൾ റെജിപ്ലോട്ടറിന്റെ സ്പെക്ട്രം പഠിച്ചു കഴിഞ്ഞു. ആൾറെഡി നിങ്ങൾക്ക് നോട്ട് തന്നു, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ നമ്മളവിടെ റെജിപ്ലോട്ടറിന്റെ കേസിനകത്ത് നമ്മൾ കണ്ടു, ഒരു റെഗുലായിട്ടുള്ള റോട്ടറി ഡയറ്റോമിക് മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പല റൊട്ടേഷൻ ലെവൽ പോസിബിൾ ആണ്. അപ്പോൾ എനർജി കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈ എനർജിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേഡിയേഷൻ എമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുറത്ത് വരുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് നമ്പർ നമ്മൾ കണ്ടാണ് 2B, 4B, 6B, 8B, 10B എന്നാണ്. അപ്പോൾ ഓരോ വേവ് നമ്പരും 2B ഡിഫറൻസിലുള്ളതാണ്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് അവിടെ നമ്മൾ കണ്ട അതേ കാര്യം തന്നെ, പക്ഷെ നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുന്നു. നമ്മൾ അവിടെ ഐസോടോപ്പാണ്. വാട്ട് ഈസ് ഐസോടോപ്പ്? ഐസോടോപ്പ് സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെന്റ് മാസ് നമ്പർ. സെയിം അറ്റോമിക് നമ്പർ ഉള്ളതാണ്, പക്ഷെ മാസ് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. സെയിം അറ്റോമിക് നമ്പർ മീൻസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് or number of electrons remain same. ഡിഫറെന്റ് മാസ് നമ്പർ മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഡിഫർ. എന്തുകൊണ്ടാണ് വ്യത്യാസം ഉണ്ടാകുന്നത്? കാരണം മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ചേരുന്നതാണ്. അപ്പോൾ മാസ് നമ്പർ ഡിഫർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ന്യൂട്രോണിന്റെ എണ്ണം മാറി. അപ്പോൾ ന്യൂട്രോണിന്റെ എണ്ണം മാറിയത് ന്യൂട്രോൺ കാണപ്പെടുന്നത് ന്യൂക്ലിയസിലാണ്. അപ്പോൾ ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടികളുടെ എണ്ണം കൂടി. അപ്പോൾ അതാണ് ഐസോടോപ്പ്. അപ്പോൾ ഐസോടോപ്പ് സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, ഡിഫറെന്റ് മാസ് നമ്പർ. അപ്പോൾ അങ്ങനെ ഒരു ഐസോടോപ്പ് ആണ്. അപ്പോൾ നമ്മൾ ആൾറെഡി അവിടെ എന്ത് ചെയ്തു? കാർബൺ മോണോക്സൈഡ് ഇടുന്നു. നമ്മുടെ കയ്യിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ട്. ഈ കാർബൺ മോണോക്സൈഡിന്റെ നമ്മൾ എന്ത് ചെയ്തു? റൊട്ടേഷൻ സ്പെക്ട്രം അനലൈസ് ചെയ്തു. അപ്പോൾ റൊട്ടേഷൻ സ്പെക്ട്രം അനലൈസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? 2B, ഫസ്റ്റ് ലൈൻ 2B, സെക്കൻഡ് ലൈൻ 4B, 6B, 8B അങ്ങനെ നമുക്ക് കിട്ടി അല്ലേ? വേവ് നമ്പർ ആണത്. ഫസ്റ്റ് എമിറ്റ് ചെയ്ത അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തതിൻ്റെ വേവ് നമ്പർ 2B, രണ്ടാമത് എമിറ്റ് ചെയ്ത അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത റേഡിയേഷൻ്റെ വേവ് നമ്പർ 4B, മൂന്നാമത് അബ്സോർബ് ചെയ്ത അല്ലെങ്കിൽ എമിറ്റ് ചെയ്ത റേഡിയേഷൻ്റെ വേവ് നമ്പർ 6B നമുക്ക് കിട്ടി. അപ്പം ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് അറിയാമോ? ഇവിടെ ഞാൻ കാർബൺ മോണോക്സൈഡ് എടുത്തപ്പോൾ ഇതിനകത്ത് കാർബൺ 12 ആയിരുന്നു ഉണ്ടായിരുന്നത്. കാർബൺ മോണോക്സൈഡ് എടുത്തപ്പോൾ അതിനകത്തുണ്ടായിരുന്ന കാർബൺ 12 മാസ് നമ്പറുള്ള ഞാൻ മാറ്റിയിട്ട് കാർബൺ 13 ആക്കി. എന്നിട്ട് അതിന്റെ റൊട്ടേഷൻ സ്പെക്ട്രം അനലൈസ് ചെയ്താൽ എന്തായിരിക്കും ഡിഫറൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐസോടോപ്പ് എഫക്റ്റ് നമ്മൾ ഉദ്ദേശിച്ചതാണ് കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾ, രണ്ട് കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾ ഉണ്ട്. പക്ഷേ അത് ഒരാൾ നമ്മൾ എന്ത് ചെയ്തു? കാർബൺ 12 എന്നുള്ള മാറ്റിയിട്ട് കാർബൺ 13 ആക്കി മാറ്റി എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഓക്സൈഡ് ആയാലും മതി. അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ ഓർമ്മിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ആറ്റത്തിനെ മാറ്റിയിട്ട് അതിൻ്റെ ഐസോടോപ്പ് ആക്കിയാൽ അവിടുത്തെ റൊട്ടേഷൻ സ്പെക്ട്രയ്ക്ക് എന്ത് മാറ്റമായിരിക്കും ഉണ്ടാകുന്നത്? അത് നമ്മൾ നോക്കാൻ പോകുന്നത് ഐസോടോപ്പ് എഫക്റ്റിംഗ് റൊട്ടേഷൻ സ്പെക്ട്രം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഐസോടോപ്പ് കൊണ്ടുവരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? പ്രോട്ടോണിൻ്റെ എണ്ണത്തിനോ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനോ മാറ്റമില്ല. മാറ്റം ഉണ്ടാകുന്നത് ന്യൂട്രോണിൻ്റെ എണ്ണത്തിനാണ് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണം കൂടെ കുറയും. എങ്ങനെയാണ്? അപ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണം മാറും. അപ്പം ന്യൂട്രോണിൻ്റെ എണ്ണം മാറുമ്പോൾ സ്വാഭാവികം ന്യൂക്ലിയസിനകത്താണ് മാറുന്നത്. പുറമേ ഉള്ളതിനൊന്നും ഒരു മാറ്റമില്ല. സോ ഇന്റർ ബോണ്ട് ഡിസ്റ്റൻസ് ഡസ് നോട്ട് ചേഞ്ച്. ആ ബോണ്ടിൽ എന്തുണ്ടല്ലോ? രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള ബോണ്ടിൽ M1 മാസ് M2 മാസ് R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ബോണ്ടിൽ എന്ത് ഒരിക്കലും മാറില്ല. ബോണ്ടിൽ എന്ത് റിമെയിൻസ് ചെയ്യും. പിന്നെ മാറുന്നത് എന്തായിരിക്കും? മാസ് മാസം മാറും. കാർബൺ 12 എടുക്കുമ്പോൾ ഉള്ള മാസ് ആയിരിക്കും. കാർബൺ 12 എടുക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഉള്ള മാസ് ആയിരിക്കത്തില്ല കാർബൺ 13 എടുക്കുമ്പോൾ. അപ്പോൾ അവിടെ മാറുന്നത് മാസാണ് മാറുന്നത്. സോ പോയിന്റ് ആണ് ഇന്റർ ബോണ്ട് ഡിസ്റ്റൻസ് റിമെയിൻസ് ചെയ്യും. ഇന്റർ ബോണ്ട് ഡിസ്റ്റൻസ് ബോണ്ടിൽ എന്ത് റിമെയിൻസ് ചെയ്യും. ബട്ട് മാസ് ഡിഫേഴ്സ്. മാസ് മാറും. ഇനി മാസ് മാറിയാൽ എന്ത് സംഭവിക്കും?
നമ്മൾ പഠിച്ചിട്ട് ഐ ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ എന്ന് പഠിച്ചേക്കാം. മ്യൂ എന്താണ്? റെഡ്യൂസ്ഡ് മാസ് m1 m2 by m1 plus m2 അല്ലേ? മ്യൂ ഈസ് ഈക്വൽ എന്താണ്? m1 m2 by m1 plus m2. അപ്പോൾ സ്വാഭാവികമായിട്ടും m മാറുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറും, കാരണം മ്യൂ മാറും. അപ്പോൾ നിങ്ങൾ ഒരു മാസം മാറ്റിയാൽ മതിയല്ലോ. അപ്പം കാർബൺ അല്ലെങ്കിൽ അപ്പം മാസം മാറും. മാസം മാറുമ്പോൾ റെഡ്യൂസ്ഡ് മാസം മാറും. റെഡ്യൂസ്ഡ് മാസം മാറുമ്പോൾ എന്ത് ചെയ്യും? മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറും. ഇതാണ് ബി h by 8 pi square IC. മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറി, ബി മാറും. അപ്പോൾ കാർബൺ 12 കാർബൺ 13. അപ്പം ഈ കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുമ്പോഴത്തെ ബി ആയിരിക്കത്തില്ല, ഈ കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുമ്പോൾ ബി. ഇനി നമുക്കറിയാം എമിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻ 2b 4b എന്നല്ലേ. അപ്പോൾ ബിക്ക് പകരം വേറെ ഉള്ളതെന്ന് കഴിഞ്ഞാൽ 2b ഡാഷ് എന്നാവും, 4b ഡാഷ് എന്നാവും. കാരണം ബി സെയിം അല്ല. കാർബൺ 12 ഉള്ള സമയത്ത് ബി ആണെങ്കിൽ 13 ഉള്ള സമയത്ത് ബി ഡാഷ് ആണ്. സോ എമിറ്റ് ചെയ്യപ്പെടുന്ന വേവ് നമ്പർ അല്ലെങ്കിൽ ഫ്രീക്വൻസി മാറും. അതാണ് ഐസോട്ടോപ്പ്. അപ്പോൾ ഐസോട്ടോപ്പ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മാറുമ്പോൾ മാസം മാറും, മാസം മാറുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറും, മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറുമ്പോൾ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് മാറും, റൊട്ടേഷണൽ കോൺസ്റ്റന്റ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പെക്ട്രത്തിലെ ലൈനുകൾ, സ്പെക്ട്രത്തിലെ ലൈൻ എന്ന് പറഞ്ഞാൽ എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി മാറും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ നോക്കിയാൽ I is equal to mu r square, B is equal to h by 8 pi square IC. നമുക്കറിയാം ന്യൂ ബാർ വേവ് നമ്പർ അല്ലേ, എമിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടുന്ന ആളുടെ വേവ് നമ്പർ ഈസിക്കൽ എന്താണ്? 2b into j plus 1. 2b into j plus 1. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മാസ് മാറ്റി, ഒരു ആറ്റത്തിന്റെ മാസ് മാറ്റി. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറി, മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറിയപ്പോൾ ആര് മാറി? റൊട്ടേഷൻ കോൺസ്റ്റന്റ് മാറി. അതുകൊണ്ട് എമിറ്റ് ചെയ്യപ്പെടുന്ന വേവ് നമ്പർ മാറും. സോ ന്യൂ ഡാഷ് ബാർ ഈക്വൽ ടു 2b ഡാഷ്, കാരണം റൊട്ടേഷൻ കോൺസ്റ്റന്റ് ആണ് മാറിയത്, ഇൻറ്റു j plus 1 അല്ലേ. ഇക്വേഷൻ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്തായാലും ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ വേറെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെൽറ്റ ന്യൂ ബാർ, അവിടെ വേവ് നമ്പറിനുള്ള വ്യത്യാസം ഐസോടോപ്പ് ആഡ് ചെയ്യുന്നതിന് ഫലമായിട്ട് ആദ്യത്തെ തവണ എമിറ്റ് ചെയ്ത റേഡിയേഷനും രണ്ടാമത്തെ തവണ എമിറ്റ് ചെയ്ത റേഡിയേഷൻ തമ്മിലുള്ള വേവ് നമ്പറിലുള്ള ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ന്യൂ ബാർ മൈനസ് ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു 2b j plus 1 minus 2b dash j plus 1 is equal to 2 into j plus 1 b minus b dash is equal to 2 into j plus 1 b h by 8 pi square IC minus h dash by 8 pi square IC. So h by I dash moment of inertia ആണല്ലോ മാറുന്നത്, equal to 2 into j plus 1 into h by 8 pi square IC ബാക്കി 1 മൈനസ്. അപ്പോൾ 8 pi square ഇവിടെ നിന്ന് പുറത്തെടുക്കുമ്പോൾ h ഉണ്ട്, 8 pi square c ഉണ്ട്, ഐ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഐ മുകളിൽ കൊടുക്കണം, ബൈ ഐ ഡാഷ്. തിരിച്ച് മൾട്ടിപ്പിൾ നോക്കി, h by 8 pi square IC ഇത് വരുമ്പോൾ ഐ കട്ട് ചെയ്ത് പോയിട്ട് h by 8 pi square I dash അല്ലേ. ഇക്വേഷൻ നമ്പർ 3. ഇനി ഐ ബൈ ഐ ഡാഷ് എടുക്കുക. ഐ ഇസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ ആണ്. ഐ ഡാഷ് ആകുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് മാസ് മാറുമ്പോൾ മ്യൂ ഡാഷ് മാറും, മ്യൂ ഡാഷ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു മ്യൂ ബൈ മ്യൂ ഡാഷ്. അത് നമ്മൾ റോ സ്ക്വയർ എന്ന് എടുക്കുന്നു. എന്തെടുക്കുന്നു? റോ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? ഡെൽറ്റ മ്യൂ ബാർ ഈസ് ഈക്വൽ ടു 2
j plus 1 into h by 8 I square IC into 1 minus rho square. Equation number 4. ഇനി നമ്മൾ നോക്കിയാൽ I by I dash is equal to rho square എന്നാണല്ലോ. നോർമലി ഞാൻ നേരത്തെ പറഞ്ഞത് കാർബൺ 12 മാറ്റി കാർബൺ 13 ആക്കുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതലായിരിക്കും രണ്ടാവും. I is less than I dash കാരണം കാർബൺ 13 ഉള്ള സമയത്താണ് കൂടുതൽ. സോ I by I dash less than 1. I by rho square less than. അപ്പോൾ റോ സ്ക്വയർ എന്തായിരിക്കും ഒന്നിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ റോ സ്ക്വയർ ഒന്നിനേക്കാൾ കുറവാകുമ്പോൾ ഡെൽറ്റ ന്യൂ ബാർ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ഡെൽറ്റ ന്യൂ ബാർ പോസിറ്റീവ് എന്താണ് അർത്ഥം? ഡെൽറ്റ ന്യൂ ബാർ കിട്ടിയതാണ് ന്യൂ മൈനസ് ന്യൂ ഡാഷ്. ന്യൂ ബാർ മൈനസ് ന്യൂ ഡാഷ് ബാർ. അപ്പോൾ ഇത് പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ ഇത് ഇതിനേക്കാൾ വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം ഉപയോഗിച്ച വേവ് നമ്പറിനേക്കാൾ കുറവായിരിക്കും രണ്ടാമത്തെ വേവ് നമ്പർ. ഇത് ഇതിനേക്കാൾ കൂടുതൽ തിരിച്ചും പറഞ്ഞോളൂ. ഇത് വലുതാണ്, ഇത് കുറവ്. അപ്പം രണ്ടാമത്തത് വേവ് നമ്പർ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ മാസ് കൂടിയ ഐസോട്ടോപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം കിട്ടിയ വേവ് നമ്പർ 10 ആണെങ്കിൽ രണ്ടാമത് കിട്ടുന്നത് അതിനേക്കാൾ കുറവായിരിക്കും, 9 ആയിരിക്കും. സോ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആദ്യമേ കിട്ടിയത് 10 ആണ്, രണ്ടാമത് കിട്ടുന്നതായിരിക്കും 9 ആയിരിക്കും. അപ്പോൾ അവിടെ എന്തുണ്ടാകും? റൊട്ടേഷൻ സ്പെക്ട്രയ്ക്ക് ചേഞ്ച് കാണിക്കും. റൊട്ടേഷൻ സ്പെക്ട്രയ്ക്ക് എന്ത് കാണിക്കും? ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യമേ കിട്ടുന്ന റൊട്ടേഷൻ സ്പെക്ട്രയിൽ നിന്നുള്ള ഫ്രീക്വൻസിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസി ആയിരിക്കും രണ്ടാമത് കിട്ടുന്നത്. എന്ന് മാത്രം അത് കുറവായിരിക്കും. ആദ്യം കിട്ടിയതിനേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസിയിലായിരിക്കും രണ്ടാമത്. അപ്പോൾ രണ്ട് രീതി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യമേ കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ആദ്യമേ കിട്ടുന്നത് 2B ആയിരിക്കും. നമ്മളിപ്പോൾ വരച്ചു കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് വരുന്ന വേവ് നമ്പർ 2B ഉള്ളതാണ്. രണ്ടാമത് 4B ഉള്ളതാണ്, ഈക്വലി സ്പേസിലാണ്. മൂന്നാമത് 6B ആണ്. നാലാമത് 8B ആണ്. അല്ലേ? ഞാൻ കൊടുത്ത് നോക്കിയാൽ കേസിൽ 0 കൊടുക്കുമ്പോൾ 2B, കേസിൽ 1 കൊടുക്കുമ്പോൾ 4B, കേസിൽ 2 കൊടുക്കുമ്പോൾ 6B, കേസിൽ 4 കൊടുക്കുമ്പോൾ 10B, അല്ലെങ്കിൽ കേസിൽ 3 കൊടുക്കുമ്പോൾ 8B അങ്ങനെ പോകും. അടുത്ത എന്ത് ചെയ്തു? ഇവിടെ കൊടുക്കുമ്പോഴോ ഇവിടെ കൊടുക്കുമ്പോൾ എന്താ പറയും? കേസിൽ 0 കൊടുക്കുമ്പോൾ 2B ഡാഷ്. ഈ 2B ഡാഷ് എന്തായിരിക്കും? അപ്പോൾ നമ്മുടെ മാസ് നമ്പർ കൂടിയാണ് ഉപയോഗിച്ചത്. മാസ് നമ്പർ കൂടിയപ്പോൾ മാസ് കൂടിയ ഐസോട്ടോപ്പ് കാർബൺ 12 വരെ കാർബൺ 13 ഉപയോഗിച്ചു. അപ്പോൾ മാസ് കൂടുതലാണ്. മാസ് കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതലായിരിക്കും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതലാകുമ്പോൾ B കുറവായിരിക്കും. എന്നാൽ B ഡാഷ് ഇതിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ആദ്യമേ കിട്ടിയ 2B ആണെങ്കിൽ അടുത്തത് 2B ഡാഷ് ആയിരിക്കും. ആ 2B ഡാഷ് ആരെക്കാൾ കുറവായിരിക്കും? 2B-യേക്കാൾ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന അതിനായിരിക്കും 2B ഡാഷ്. അടുത്ത നമുക്ക് കിട്ടുന്നതായിരിക്കും 4B ഡാഷ് ആയിരിക്കും. 4B ഡാഷ് ആയിരിക്കും. കാരണം 2 കേസ് 4B ഡാഷ് ആയിരിക്കും. ഈ 4B ഡാഷ് കിട്ടുമ്പോൾ 4B-യേക്കാൾ കുറവാണ് നമുക്ക് മനസ്സിലാക്കാം. കാരണം മാസ് കൂടി, മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടി, B കുറഞ്ഞു. അതുകൊണ്ട് B കുറഞ്ഞു കഴിഞ്ഞാൽ B ഡാഷ് B-യേക്കാൾ കുറവാണ്. അപ്പം 4 into B കിട്ടുന്നതിനേക്കാൾ കുറവായിരിക്കും 4 into B ഡാഷ്. കാരണം B-യേക്കാൾ കുറവാണ് B ഡാഷ്. അത് ഒരു വ്യത്യാസമുണ്ടോ? ഇവിടുത്തെ സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിനേക്കാൾ കൂടുതലായിരിക്കും ഇവിടുത്തെ. ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് 1 ആണെങ്കിൽ ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ 1.8 അതിനേക്കാൾ കൂടുതലായിരിക്കും, 1-നേക്കാൾ കൂടുതലായിരിക്കും. അടുത്ത നമുക്ക് 6B കിട്ടും. അതിനടുത്ത് കിട്ടുന്നത് 6B ഡാഷ് ആയിരിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളല്ലേ, ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് കണക്കാണ് 1 ആണെങ്കിൽ ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് 1.8 ആണ്. ഇവിടെ എത്തുമ്പോൾ അത് 2.7 അല്ലെങ്കിൽ 2.6 ഒക്കെയാണ്, അല്ലെങ്കിൽ 2.5 ആവും. ഇവിടെ എത്തുമ്പോൾ അതിനേക്കാൾ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ 2 മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഐസോട്ടോപ്പ് ചേർക്കുന്ന സമയത്ത് 2 മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ലൈൻസ് മാറുന്നു, കിട്ടിയ വേവ് നമ്പറുകൾ മാറും. ആദ്യമേ കിട്ടിയ വേവ് നമ്പറുകളല്ല രണ്ടാമത് കിട്ടുന്നത്. എന്ന് മാത്രമല്ല ആദ്യമേ കിട്ടിയതിനുള്ള ഡിഫറൻസ് കൂടിക്കൊണ്ടേയിരിക്കും. ആദ്യമേ കിട്ടുന്നതിനുള്ള ഡിഫറൻസ് എന്തുകൊണ്ടേയിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. 2B-യും 2B ഡാഷും തമ്മിലുള്ള ഡിഫറൻസിനേക്കാൾ കൂടുതലായിരിക്കും 4B-യും 4B ഡാഷും. അതിനേക്കാൾ കൂടുതലായിരിക്കും 6B-യും 6B ഡാഷും. എന്തായിരിക്കും കാര്യം? ഇവിടെ നോക്കിയാൽ മതി, ഇനി ഇവിടെ നോക്കിയാലും മതി.
ജെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ജെ വാല്യൂ എന്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് നമുക്ക് ജെ ഇസ് 0 എടുക്കുമ്പോൾ 2 ഇൻറ്റു എന്ന് പറഞ്ഞ് വരുത്തുള്ളൂ ആ ഡിഫറൻസ്. ഇത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കുള്ളൂ. ഐ ഡാഷ് എല്ലാം കോൺസ്റ്റന്റ് ആണ്, റോ സ്ക്വയർ കോൺസ്റ്റന്റ്. അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആദ്യമേ വരുന്നത് 2 ഇൻറ്റു എക്സ് അല്ലെങ്കിൽ 2 ഇൻറ്റു 10. രണ്ടാം ജെ ഇസ് 1 കൊടുക്കുമ്പോൾ 1 + 1 2 4 ഇൻറ്റു 10 ആവും. ജെ ഇസ് കൊടുക്കുമ്പോൾ 2 + 1 3 3 ഇൻറ്റു 6 ഇൻറ്റു 10 ആവും. അപ്പോൾ ഡിഫറൻസ് എന്ത് ചെയ്യും? ആദ്യമേ 2 ഇൻറ്റു 10 20 ഡിഫറൻസ്, രണ്ടാമത് 4 ഇൻറ്റു 10 40 ഡിഫറൻസ്, മൂന്നാമത് 6 ഇൻറ്റു 10 60 ഡിഫറൻസ്, അടുത്ത എന്ത് ചെയ്യും? 8 ഇൻറ്റു 10 80 ഡിഫറൻസ്. അങ്ങനെ ഈ ഡിഫറൻസ് കൂടിക്കൊണ്ടേയിരിക്കും. കാരണം ജെ വാല്യൂ കൂടുന്നു. അപ്പോൾ ജെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഡിഫറൻസ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഐസോടോപ്പ് എഫക്റ്റ്. അപ്പോൾ ഐസോടോപ്പ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആദ്യമേ കിട്ടിയ സ്പെക്ട്രൽ ലൈൻസ് നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും. ലൈൻസ് കൊണ്ട് ഉദ്ദേശിച്ചത് എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ വേവ് നമ്പർ എന്തായിരിക്കും? ഡിഫറെൻ്റ്. നമ്മൾ വരയ്ക്കുന്നത് വേവ് നമ്പറാണ്. വേവ് നമ്പർ മാറി സമയം വേവ് ലെന്ത് മാറി ഫ്രീക്വൻസി മാറി നടക്കും. അപ്പോൾ ആദ്യമേ കിട്ടിയെന്ന് വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും കിട്ടുന്നത്. ഇനി മാസ് കൂടിയതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. കാർബൺ 12 പകരം കാർബൺ 13 ആണ്. അപ്പോൾ നമ്മൾ മാസ് കൂടിയതാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയും. മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയുമ്പോൾ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ മാസ് കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുമ്പോൾ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് കുറയും. കാരണം ഐ വന്നത് ഡിനോമിനേറ്റർ. അപ്പോൾ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് കുറയുമ്പോൾ ലൈൻസ് കുറഞ്ഞ ലൈൻസ് ആയിരിക്കും കിട്ടും. ഫ്രീക്വൻസി കുറഞ്ഞു കിട്ടും. മറിച്ച് മാസ് കുറവാണ് ചേർക്കുന്നതെങ്കിലോ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയും, പകരം ബി കൂടും. അപ്പോൾ ലൈൻസ് ഇപ്പുറത്തേക്ക് കിട്ടും. അപ്പോൾ ആദ്യമേ ചേർത്ത ഐസോടോപ്പ് അല്ലെ ആദ്യമേ ചേർത്ത ആറ്റത്തിനേക്കാൾ മാസ് കൂടിയതാണ് ചേർക്കുന്നതെങ്കിൽ ലൈൻസ് കുറയും, ഫ്രീക്വൻസി കുറയും. മറിച്ച് ഫ്രീക്വൻസി വേവ് നമ്പർ കുറയും. മറിച്ചാണെങ്കിൽ വേവ് നമ്പർ കൂടും. നോക്കാം.